ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, ഈ കുഴിമന്തിയില്ലേ, കുഴിമന്തി എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ കുഴിമന്തി നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം സിമ്പിളായിട്ട്. സിമ്പിളെന്ന് വെച്ചാൽ നമ്മുടെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, ടേസ്റ്റ് എല്ലാം പക്ക സെയിം ആണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ടോട്ടും ട്രൈ ചെയ്ത് കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതന്ന് ഷൂട്ട് ചെയ്ത ടൈമിൽ കുറച്ച് ഡേയ്സ് ഞാൻ ഷൂട്ട് വെച്ചിട്ട് ടൈമിൽ എനിക്കത് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നെന്തായാലും ഇൻട്രോ എടുക്കാം, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഓക്കേ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരു സവാള, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് പുതിന മല്ലിച്ചീര. ഇതൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലിയും 2 സ്പൂൺ മന്തി മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ചിക്കൻ സ്റ്റോക്കും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് എങ്കിലും നിങ്ങളിതിലേക്ക് ഒഴിക്കുക. ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു. അതേപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാരിനേറ്റ് ചെയ്ത് നമ്മളൊരു 2 hours എങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് അരി ഒന്ന് കഴുകി ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ബസുമതി റൈസാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതേപോലെ ഫ്രൈ പാനിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത വെജിറ്റബിൾസും ഇതേപോലെ വെക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊന്ന് ഓപ്പൺ ചെയ്ത് ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ്സും കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് റൈസ് പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഇതേപോലൊരു പാത്രം വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു 5 ഏലക്ക, 3 ഗ്രാമ്പൂ, ഒരു 10-20 കുരുമുളക്, ഒരു ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് ബേ ലീഫും ഉണക്ക നാരങ്ങയില്ലേ, അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പ്രപ്പോർഷനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു ഹാഫ് ചിക്കൻ സ്റ്റോക്കും കുറച്ച് മന്തി മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ കാര്യം പറയാം, സവാള നിങ്ങൾ ഒരുപാടിങ്ങനെ വാട്ടുകയൊന്നും വേണ്ട കേട്ടോ. കളർ മാറാനോ മുരിക്കാനോ ഒന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ അരിയില്ലേ അതിങ്ങോട്ടിട്ടു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഒന്ന് അരി ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതേപോലെ കണ്ടോ, കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇതേപോലെ കുക്കായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് ചിക്കൻ മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് അതിലെ മസാല നമ്മൾ ഈ ചോറിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ചോറും നമ്മുടെ ഈ മസാലയായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചോറിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഇതേപോലെ ഒന്ന് നിരത്തി വെക്കുക. എന്നിട്ട് ഒരു 3-4 പച്ചമുളക് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചോറിൻ്റെ ഉള്ളിലോട്ടാക്കി വെക്കുക. എന്നിട്ടൊരു പാത്രം വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മന്തി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ലവ് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.